ഇനി നമ്മൾ ആലത്തൂരിലേക്കൊന്ന് പോയി വരാം. അവിടെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയെന്ന് UDFിന്റെ ആരോപണം വരുന്നു. ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞു പോകുന്ന വാഹന വ്യൂഹത്തിലായിരുന്നു ആയുധങ്ങൾ എന്നാണ് UDF പുറത്തുവിട്ടിരിക്കുന്ന CCTV ദൃശ്യങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ചേലക്കര മണ്ഡലത്തിൽ ആയുധങ്ങളുമായി പോകുന്ന വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ UDF പുറത്തുവിട്ടു. പ്രചരണ ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങൾ എന്നാണ് ഇപ്പോൾ CPM നൽകുന്ന വിശദീകരണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM നീക്കം നടത്തുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് റിപ്പോർട്ടറിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് UDF ആണ്. ഇപ്പോൾ ചേലക്കര LDF സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണന്റെ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ, അകമ്പടി വാഹനത്തിന് പോയ, പ്രചരണ വാഹനത്തിന് തൊട്ടു പിന്നാലെ പോയ വാഹനങ്ങളിൽ ഒന്നിൽ നിന്നാണ് ആയുധങ്ങൾ പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങളിലുള്ളത്. അത് പ്രചരണ ബോർഡുകൾ അഴിച്ചു മാറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഉപകരണങ്ങളാണ് എന്നാണ് ഇപ്പോൾ പുറത്ത് ഈ LDF പ്രവർത്തകർ പറയുന്നത്. നമുക്കൊന്ന് ദീപക്കിലേക്ക് പോയി വരാം. എന്താണ് സംഭവം എന്ന് നോക്കാം. ഞാൻ ആ ദൃശ്യം വ്യക്തമായി കണ്ടില്ല. ഒരു കാറ് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ആ കാറ് തുറന്ന് ആ ബാക്കിലെ ഡോർ തുറന്ന് ഒരു പ്രവർത്തകൻ ഇറങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ആയുധങ്ങൾ ആണോ അദ്ദേഹം എടുക്കുന്നത്? നമുക്ക് ആ ദൃശ്യങ്ങൾ, എന്തോ കയ്യിലൊരു ആയുധം പോലെ എന്തോ എടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ കത്തിയ പോലെ എന്തോ ആണ് എടുത്തിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ഒരു ഈ പ്രചരണ ബോർഡുകൾ അഴിച്ചു വയ്ക്കുന്നതിനുള്ള ഉപകരണമാണോ ആണ് എന്നാണ് LDF പ്രവർത്തകർ പറയുന്നത്. അങ്ങനെയല്ല, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നത്. പക്ഷേ ചെറുപ്പക്കാരൻ അവിടെ പ്രചരണ ബോർഡ് നീക്കം ചെയ്യുന്നതല്ല ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടെ കത്തിയാണ്, പിടി പോലെയുള്ള ഒരു വിട്ടുകത്തി പോലെ ഒരു സാധനമാണ് എടുത്തിരിക്കുന്നത്. അതേ നമുക്ക് കാണാനുള്ളൂ. പക്ഷേ അത് പുറത്ത് അദ്ദേഹം എടുക്കുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞത്. പക്ഷേ അവിടെ അക്രമമൊന്നും ഉണ്ടായിട്ടില്ല. ദീപക് ചേരുന്നുണ്ട്. നമുക്ക് ആ വസ്തുതയിലേക്കൊന്ന് പോകാം. ദീപക്, എന്താണ് നമ്മൾ LDF പ്രവർത്തകരോടും UDF പ്രവർത്തകരോടും സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത്? അവിടെ അക്രമമോ സംഘർഷമോ ഒന്നും നടന്നിട്ടില്ല. ഈ ആയുധങ്ങൾ, വെട്ടുകത്തി പോലുള്ള എന്തോ ഒരു ആയുധമാണ് എടുക്കുന്നത്. അത് സാധാരണ ഈ ബോർഡുകളെ അഴിച്ചു മാറ്റാൻ വേണ്ടി എടുക്കുന്നതാണ്. അങ്ങനെ ബോർഡുകൾ അഴിച്ചു മാറ്റേണ്ട സാഹചര്യം ഇപ്പോൾ ആയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പോളിംഗ് നടക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് പോളിംഗ് ബൂത്തിൻ്റെ 100 മീറ്റർ ചുറ്റളവിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കാൻ പാടില്ലാത്തത്. അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ അത് നാളെയാണ് നീക്കം ചെയ്യുന്നത്. വൈകുന്നേരത്തിനുള്ളിൽ നീക്കം ചെയ്താൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി കൊണ്ടുവന്ന ആയുധങ്ങളാണോ അത്? അങ്ങനെയാണോ LDF പറയുന്നത്? LDF ഇക്കാര്യത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നത് അരുൺ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് പ്രചാരണ ബോർഡുകൾ പലയിടങ്ങളിൽ നിന്നും മാറ്റേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടി കൈവശം വെച്ചിരുന്ന ആയുധമാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ UDF ഇത് കൃത്യമായി ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നു എന്നുള്ള കാഴ്ച കാണുന്നു. UDF ആണ് ഈ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ചേലക്കര, തോന്നൂർക്കര, പാറപ്പുറം ആ മേഖലയിലാണ് ഈ ദൃശ്യം കിട്ടിയിരിക്കുന്നത്. അതായത് UDF പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ആയുധങ്ങളുമായി കെ രാധാകൃഷ്ണന്റെ വാഹനത്തിന് അകമ്പടി പോയ ഒരു വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ ചേലക്കര മണ്ഡലത്തിൽ അങ്ങനെ സംഘർഷ സാധ്യതകൾ ഒന്നും തന്നെ ഈ ഒരു ഘട്ടത്തിലില്ല. നേരത്തെയും അങ്ങനെ അക്രമാസക്തമാകുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടുമില്ല. ഇന്ന് നമ്മൾ ചേലക്കര SHOയുമായി അല്പം മുൻപ് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇപ്പോൾ സംശയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഇല്ല. പക്ഷേ അതേസമയം തന്നെ ആ വാഹനത്തിലുള്ള ആരാണ് അവിടേക്ക് വന്നിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്, എന്താണ് കാര്യം എന്നുള്ളത് അന്വേഷിക്കുന്നതിന് വേണ്ടി. അതേസമയം UDF സ്ഥാനാർത്ഥി ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന് ആരോപിച്ച് രംഗത്തെത്തുന്നു. അതിന് കെ രാധാകൃഷ്ണൻ നേരത്തെ TP വധക്കേസിലെ പ്രതികളുമായി ജയിലിൽ പോയി സന്ദർശനം നടത്തി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ ആളുകളെ ആക്രമിച്ച ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിനുള്ള അവരുടെ മനസ്സിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള നീക്കമാണ് CPMഉം LDFും നടത്തുന്നത് എന്ന അർത്ഥത്തിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ അല്പം മുൻപ് നമ്മുടെ അടുത്ത് പ്രതികരിക്കുമ്പോൾ രമ്യ ഹരിദാസ് പറയുന്നുണ്ട്. രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അഭിമാന പോരാട്ടമാണ് ആലത്തൂരിൽ നടക്കുന്നത്. ഇതുവരെ രണ്ടുപേരും പ്രചരണത്തിൽ വലിയ തരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു എഡ്ജ് കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. പിന്നീട് അതിനോട് ഒപ്പം എന്ന രീതിയിലേക്ക് രമ്യ ഹരിദാസ് കൂടി വരുന്നത് കണ്ടു. ഇനി വോട്ടർമാർ എന്ത് ചിന്തിക്കുമെന്നുള്ളത് അറിയാൻ 24 മണിക്കൂർ പോലും ബാക്കിയില്ല അവരുടെ ഒരു തീരുമാനം അവർ രേഖപ്പെടുത്താൻ. അതിന് മുന്നോടിയാണ് ഇത്തരം ഒരു ആരോപണം വരുന്നത്. ഇനി അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. ഈ കാര്യത്തിൽ എന്താണ് LDFന് കൃത്യമായി വിശദീകരിക്കാനുള്ളത് എന്നുള്ളത് വ്യക്തമാകും. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങളിലുള്ള ആളുകളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവരെത്തി അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ പോലീസ് എന്ത് നിഗമനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടി വരും. എന്തായാലും ഇപ്പോൾ UDF പുറത്തുവിട്ട ഒരു ദൃശ്യം എന്നുള്ള നിലയ്ക്ക് ഒരു ആരോപണമായി അത് ആ നിലയ്ക്ക് തന്നെ നിൽക്കുകയും ചെയ്യും. നിലവിൽ ഇത് ആരോപണം മാത്രമായി തന്നെയാണ് നിൽക്കുന്നത് എന്നത് തന്നെയാണ് വസ്തുത. അതിൽ UDFന്റെ സ്ഥാനാർത്ഥി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു വാക്കത്തിയുമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ ആയുധം എന്തിനു വേണ്ടിയാണ് അവിടെ കൊണ്ടുവന്നത്
എന്നത് ഇനി പോലീസിനോട് ഈ വാഹനത്തിൽ നമ്മൾ CCTV-യിൽ കണ്ട വാഹനത്തിലെ യാത്രികൻ പറയേണ്ടതുണ്ട്. LDF പ്രവർത്തകർ പറയുന്നത് ഈ ഫ്ലെക്സി ബോർഡുകളും മറ്റും അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു കൊടുവാളാണ് എന്നാണ്. അതൊരു ആരോപണമായി UDF ഉയർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഘട്ടത്തിൽ. കൂടുതൽ വസ്തുതകൾ നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് LDF പ്രവർത്തകരെ അവരെ വിളിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വ്യക്തമാകും. ഇനി നമുക്ക്